മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ തുടരുകയാണ്. വലിയ എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചാണ് മണ്ണ് നീക്കുന്നത്. ജെയിനസ് രാജു വിവരങ്ങളുമായുണ്ട്. ഈ ആകാശ ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്ര വലിയ അപകടമാണ് അവിടെ സംഭവിച്ചത്. നേരത്തെ തന്നെ ഗതാഗതമൊക്കെ നിരോധിച്ചതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. പക്ഷേ ഒരുപാട് മേഖലയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ജെയിനസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, അങ്ങനെ എളുപ്പത്തിൽ തീരുന്ന ഒരു പണിയല്ല. എത്ര ദിവസം കൊണ്ട്, അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ഏകദേശം ഒരു പാതയെങ്കിലും ക്രമീകരിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? ദിവേഷ്, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളത്തോടുകൂടി ഭാഗികമായിട്ടെങ്കിലും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. കാരണം വലിയ ബുദ്ധിമുട്ടാണ്. ദേവികുളം താലൂക്കിലെ പ്രധാനപ്പെട്ട ഓഫീസുകൾ, പ്രത്യേകിച്ച് താലൂക്ക് ഓഫീസ് അടക്കം ഇരിക്കുന്നത് ദേവികുളത്താണ്. ദേവികുളത്തേക്ക് മൂന്നാറിൽ നിന്ന് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണ് പ്രാദേശികമായി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടാണ്. മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ് ഇത്തരത്തിൽ മണ്ണ് വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈദ്യസഹായത്തിനും മറ്റും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ജില്ലാ അതിർത്തി ആയതുകൊണ്ട് തന്നെ തമിഴ്നാടിലെ പ്രധാനപ്പെട്ട ആശുപത്രികളാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും ഈ റോഡ് തടസ്സപ്പെട്ടത് കൊണ്ട് തന്നെ അതിനും കഴിയുന്നില്ല. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെയൊക്കെ KDHP കമ്പനിയുടെ എസ്റ്റേറ്റിനകത്തൂടെയുള്ള ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഗതാഗതം നടന്നിരുന്നത്. അവിടെയാണെങ്കിൽ ഈ വാഹനങ്ങളുടെ ബാഹുല്യം കാരണം വലിയ ഗതാഗത കുരുക്ക് പോലും രൂപപ്പെട്ടിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കമ്പനി അധികൃതർ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്, മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വീണ്ടും അവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇടിഞ്ഞ ഭാഗത്ത് ഇതിനു മുമ്പും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അപ്പൊ വീണ്ടും മണ്ണ് ഇടിയാൻ സാധ്യതയുണ്ട്. അവിടെ സംരക്ഷണ ഭിത്തി കെട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും പണികൾ പുരോഗമിക്കുകയാണ്. ഈ മണ്ണ് മാറ്റി അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നത് വലിയ ദുഷ്കരമായൊരു ജോലി തന്നെയാണ്. അത് തുടരുകയാണ് അവിടെ ഇപ്പോൾ. ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.